ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവളുടെ മുഖത്ത് ഈ സന്തോഷം എന്താണെന്നറിയോ? നമ്മൾ ഫാത്തിമേൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ കുറേ ദിവസമായി ഇവളോട് പറയാൻ തുടങ്ങിയിട്ട് പോവാം എന്ന്. അപ്പം നമ്മൾ അവിടെ എത്തി. പക്ഷെ അവിടെ ഫാത്തിമ ഉണ്ടായിരുന്നില്ല. കാരണം ഫാത്തിമ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു നബിദിനത്തിൻ്റെ പരിപാടി. അപ്പോൾ ഇവളുടെ ഉമ്മ എനിക്ക് ഗ്രേപ്പ് ജ്യൂസൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ കളിക്കുന്നുള്ളത് അജുവിൻ്റെ ഒന്നിച്ചാണ്. അപ്പോൾ അജു ഇവളെ കാണുമ്പോൾ തന്നെ കളിക്കുന്ന സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടു. അപ്പോൾ ഇവൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരും കളിക്കുന്നുള്ളതാണ്. ഇവൾ പഴം കഴിക്കുമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് കളിച്ചിട്ട് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അച്ഛമ്മ എടുത്തു. കേരെടുത്തു. ആരി ഉണ്ട് അവിടെ, ആരി. അച്ഛന്മാരുണ്ട്. അമ്മ അകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് അമ്മ ഇഡ്ഡലി കൊടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു രാവിലെ ചായക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതാണ്. ഫോൺ താ. അടഞ്ഞു വന്നിന അവളെ അത് വന്നിന മതിയാ 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 കാട്ടാക്കുന്ന അങ്ങനെ കുറേ ദിവസമായി വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഈ പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് കുറേ പുഴുവൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കിയാരയ്ക്ക് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം ഇത് മറ്റേ ബിരിയാണിക്കിടുന്ന ആ ഒരു സാധനം പോലെയുണ്ട്. പക്ഷേ ഇതല്ല, ഇതും പുഴു തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിങ്ങനെ ആവും, കുറച്ച് കഴിയുമ്പോൾ ഇത് നേരെയാവും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പുഴുവിനെ ശരിക്കും ഞാൻ പറയുന്നത് പുതു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കമ്പിളിപ്പുതു എന്നാണ്. നല്ല ചൊറിച്ചലുണ്ടാവും തൊട്ട് കഴിഞ്ഞാൽ. ബാമ്പി എടുത്തു കാണിക്കേ ആടെന്തിയുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിന് ഞാൻ പറയുന്നത് വലിയ ചേരട്ട എന്നാണ്. പക്ഷെ ഇതിൻ്റെ ശരിക്കും എനിക്ക് തോന്നുന്നത് മലഞ്ചേരട്ട എന്നാണ് ഇവിടെയൊക്കെ പറയാറ്. അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു മലഞ്ചേരട്ട മലർന്ന് കടിച്ചാൽ ഉടനെ മരണം എന്ന്. കടിക്കുമായിരിക്കും, പേടിയുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ചക്കിളി പോലെ ആവും, കുറച്ച് കഴിയുമ്പോൾ നേരെ ആവും. അപ്പോൾ എനിക്കെന്തോ കാണാൻ എന്തോ പോലെയാണ്. പക്ഷെ കിയാരയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴേ ഇതൊക്കെ കണ്ട് ശീലിച്ചാൽ എന്നെപ്പോലെ പേടിയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കുണ്ടല്ലോ ഈ പാമ്പിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വലിയ വലിയ പാമ്പൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയും എന്തോ പോലെയാണ്. ഉറക്ക് എന്ന് പറയുന്ന സാധനമില്ല ഇതിന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളയും പിടിച്ചിട്ട് പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നത്. കിയാര ഉറങ്ങണ്ടേ? കിയാര താച്ചുന്നങ്ങനെ. കിയാര ജോജോ ആക്കമ്മന കണ്ണുപൊത്ത് കിയാര താച്ച് കണ്ണ് പൊത്തിട്ട്. ഇവിടെ പച്ചമുളക് ആയിട്ടുണ്ട്. പച്ചമുളക് കുറേയൊന്നുമില്ല, ഒരു 4 പച്ചമുളകൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കക്കരിക്ക, കുക്കുമർ ഉണ്ടല്ലോ, അതിനിവിടെ കക്കരിക്ക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇതിന് മുമ്പ് കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ആവുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതാണ്. ഇഞ്ചിയുടെ തൈയാണിത്. അപ്പം ഇവിടെ നിന്ന് പപ്പ വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവിടെ വേറൊരു ടൈപ്പ് ഇഞ്ചിയാണ് അവിടെ ഉള്ളത്, മാങ്ങ ഇഞ്ചി എന്ന് പറയും. പിന്നെ ഇതിനെവിടെ കാന്താരി മുളക് എന്ന് പറയും. ഇവളുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. കിയാരക്ക് തല മുട്ടിയ കൊള്ളും. എന്ത്
എന്ത് പറ എന്ത് എന്തുണ്ട് 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 ഓ കൊതു ആ കൊതുവിനെ കാണിക്കുന്നത് കൊതുണ്ടാ കൊതുവിന് ഫാൻ ഇട് അമ്മ ഫാൻ ഇട്ടു ആ സ്വിച്ച് ഇട്ടു ഫാനിൻ്റെ സ്വിച്ച് ഇട്ടു അമ്മനെ കടിക്കുന്ന എങ്ങനെ കിയാര അത് കിയാരാണ് അമ്മ കടിക്കുന്നതല്ലേ ഇപ്പൊ ആ സ്വിച്ച് ഇടാൻ വേണ്ടിട്ട് എന്ത് 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 ആ ബാമ്പിയാ ബാമ്പിണ്ടാ ചവിട്ടുന്ന എന്തുണ്ട് കാലിൽ എന്തുണ്ട് അമ്മന്റെ കാലിൽ എന്തിയുള്ള കൊതുണ്ടാ നീ ചവിട്ടുന്നതാ ചവിട്ടുന്നതാ നീ അമ്മനെ ചവിട്ടുന്നതാ അമ്മനെ ഇപ്പൊ ഉണ്ടല്ലോ ഈ കയ്യിലിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ ആളായി എന്നാണ് വിചാരം കുറേ കളിച്ചിട്ട് ആള് കിടന്നുറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇഡ്ഡലി കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലിയും കടലക്കറിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.